ഛത്തീസ്ഗഡ് വിഷയം കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മറ്റു വാർത്തയിലേക്ക്, അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ച സംഭവത്തിൽ കോടതി ഉത്തരവ് പുറത്ത്. 3 കോടതികളിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാമെന്നാണ് ദുർഗ് സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ബിലാസ്പൂർ, സർഗുജ, രാജ്നന്ദഗാവ് സെഷൻസ് കോടതികളിലാണ് ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ അനുമതി. 3 കോടതികളും NIA പ്രത്യേക കോടതികളാണ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നുമേ ശ്രീകാന്ത് ശരിയാണ്. ശ്രീകാന്ത്, കോടതിയുടെ ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ച സംഭവത്തിൽ കോടതി ഉത്തരവ് പുറത്തുവന്നിരിക്കുകയാണ്. 3 കോടതികളിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാമെന്നാണ് ദുർഗ് സെഷൻസ് കോടതിയുടെ ഉത്തരവ്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചിരികാണ്. ശ്രീകാന്ത്, ഈ കോടതിയുടെ ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഛത്തീസ്ഗഡിലെ NIA പ്രത്യേക കോടതികൾ ഉള്ളതിൽ അതിൽ 3 കോടതികളിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. സർഗുജ, ബിലാസ്പൂർ ഉൾപ്പെടെയുള്ള കോടതികളിലാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കാം എന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2008 NIA പ്രത്യേക ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു കുറ്റകൃത്യം ഇതിൽ നടന്നിരിക്കുന്നതിനാൽ അത് NIA പ്രത്യേക കോടതി പരിഗണിക്കാനായി മാറ്റുന്നു എന്ന് കോടതി പറയുന്നത്. ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഈ ഹർജി പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് കഴിയില്ല എന്നുള്ള കാര്യവും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി NIA കോടതിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. അതിനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടവർ ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.